ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. വിവിധ ഇനം പച്ചക്കറികൾ ഇളയ ആട്ടിറച്ചിയോടൊപ്പം സുഗന്ധമുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് തേങ്ങാപ്പാലിൽ വേവിച്ച് കുറുക്കിയെടുക്കുന്നതാണ് മട്ടൺ സ്റ്റൂ. ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ അപ്പവും മട്ടൺ സ്റ്റൂവും ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഭവങ്ങളാണ്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള 1/2 കിലോ മട്ടനാണിത്. പൊതുവെ ആട്ടിറച്ചിക്ക് ഒരു ചൂരുള്ളതിനാൽ ഇത് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ 20 മിനിറ്റ് വരെ ഇട്ട ശേഷം 4-5 വെള്ളത്തിൽ നന്നായി കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി 2 വലിയ ഉരുളക്കിഴങ്ങ് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഇതൊരു വലിയ ക്യാരറ്റാണ്. ഇതും ഉരുളക്കിഴങ്ങിൻ്റെ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചരിയുക. ഇത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയെടുത്തതുമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള 3 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഈ സ്റ്റൂവിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് വേണ്ടുന്ന ഹോൾ സ്പൈസസ് ആണ്. 4 ചെറിയ കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 2 ഗ്രാമ്പു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടി 1 പിടി വീതം കശുവണ്ടിയും കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലായി ഇതിലേക്ക് ഉപയോഗിക്കുന്നത് 1.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വയ്ക്കുക. ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ മട്ടനും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി ഇതൊരു 1/4 വേവിൽ വേവിച്ചെടുക്കണം. മട്ടൻ വെന്ത് വരുന്ന സമയത്ത് അല്പം നെയ്യിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും വറുത്തെടുക്കാം. ഇനി ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് നല്ല മൂത്ത മണം വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി, ബ്രൗൺ കളർ ആകരുത്. അതിനുശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ നുറുക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അതിൻ്റെ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1.5 കപ്പ് രണ്ടാം പാലും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഇത് കുറഞ്ഞ തീയിലാക്കിയ ശേഷം അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കായി ഇളക്കി കൊടുത്ത് ഇതിനെ വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും പാകത്തിന് വെന്ത ശേഷം ഇതിലേക്ക് 2 നുള്ളു ഗരം മസാല കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 കപ്പ് ഒന്നാം പാലും വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് ഇളക്കി ചേർക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കറി ആവശ്യത്തിന് കുറുകി കിട്ടുന്നതാണ്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ തേങ്ങാപ്പാലിൻ്റെ ഇളം മാധുര്യത്തോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ റെഡിയാണ്. മട്ടൺ സ്റ്റൂവിന് ഏറ്റവും നല്ല കോമ്പിനേഷനായി വരുന്നത് അപ്പവും ഇടിയപ്പവുമാണ്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.